കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രതിഷേധ റാലി നടക്കുകയാണ്. ഇപ്പോൾ സാനു മാഷിന്റെ സംസ്കാര ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ചേട്ടാ ബ്ലാക്ക് ഷർട്ട് മാറിട്ടോ. ഈ ബ്ലാക്ക് ഷർട്ടിനൊന്നും മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും? Excuse me. എഴുത്തുകാരനും ചിന്തകനുമായ സാനു മാഷിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ രവിപുരം ശ്മശാനത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ രവിപുരം ശ്മശാനത്തിൽ എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. നിരവധി ആളുകളാണ് നിറകണ്ണുകളോടെ സാനു മാഷിന് വിട ചൊല്ലാനായി എത്തിയിരിക്കുന്നത്. പലർക്കും ഗുരുതുല്യനായിരുന്ന ആളായിരുന്നു സാനു മാഷ്. ഇപ്പോൾ അദ്ദേഹത്തിനെ കാണാനായി നിരവധി ആളുകളാണ് എത്തിയിരിക്കുന്നത്. റെനീഷ് ഒരു കാര്യം, രണ്ട് സൈഡിൽ കുറച്ചൊന്ന് ഇറക്കി എത്താൻ പറ്റുമോ? അല്ല, അത്രമാത്രം ക്യാമറകൾ ഇവിടെ ഉണ്ടാവും. അല്ല, അവരെ ഗാർഡ് ഓഫ് ഓണറെ കൊടുക്കണമെന്ന് മനസ്സിലാവില്ല. ലെനി ഇറങ്ങണം. Go party! Recent! Up! Rest on your arms. Reverse.
Go party. Present. Up. Okay, flow, up. Okay, order, up. Drop party, left and right hand. Break, off. MK സാനു മാഷിന് വിട ചൊല്ലുകയാണ്. ചൊല്ലനായി നിരവധി ആളുകളാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം രവിപുരം ശ്മശാനത്തിലെത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം മൃതദേഹം സംസ്കരിക്കും. നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ടൗൺ ഹാളിലെത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. മന്ത്രിമാരും പ്രതിപക്ഷ നേതാവ് അടക്കം അദ്ദേഹത്തിന് അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ രവിപുരം ശ്മശാനത്തിലെത്തിച്ചിരിക്കുകയാണ്. നിറകണ്ണുകളോടെ നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണുവാനായി എത്തിയിരിക്കുന്നത്. തലമുറകളുടെ ഗുരുനാഥനായി കണ്ടിരുന്ന ആളാണ് ഇപ്പോൾ വിട ചൊല്ലുന്നത്. പലർക്കും ഗുരുസ്ഥാനീയനായിരുന്ന ആളായിരുന്നു MK സാനു മാഷ്. കേരളം ഏറെ ചർച്ച ചെയ്ത ആശയസമരത്തിലടക്കം അദ്ദേഹം തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്ന ഒരാളായിരുന്നു. തൻ്റെ നിലപാടിൽ ശക്തമായി തന്നെ ഉറച്ചു നിന്നിരുന്ന ഒരാളായിരുന്നു MK സാനു. അദ്ദേഹമാണ് ഇപ്പോൾ വിട പറയുന്നത്. അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായി നിരവധി ആളുകളാണ് ഇപ്പോൾ എത്തുന്നത്. എറണാകുളം രവിപുരം ശ്മശാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. MK സാനു മാഷിൻ്റെ കൃതികൾ മലയാള ഭാഷയ്ക്ക് എന്നും ഒരു മുതൽക്കൂട്ടായിരുന്നു. സാനു മാഷിൻ്റെ കൃതികൾ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലായിരുന്നു. ജീവചരിത്രങ്ങൾ, ലേഖനങ്ങൾ, പഠനങ്ങൾ, നോവലുകൾ, ചെറുകഥകൾ എന്നീ വിപുലമായ ഇടങ്ങളിലേക്ക് കൂടിച്ചെന്ന് ചെല്ലുകയും തൻ്റെ സർഗാത്മകമായ ആ മേഖലകളിൽ പതിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് ഇപ്പോൾ വിട പറയുന്നത്. മലയാള സാഹിത്യ ലോകം കണ്ട ഏറ്റവും മികച്ച സാഹിത്യ നിരൂപകരിൽ ഒരാളാണ് ഇപ്പോൾ വിട വാങ്ങുന്നത്. എഴുത്തുകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നിങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മലയാള സാഹിത്യ ലോകത്തിന് തീരാത്ത നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മഹാരാജാസ് കോളേജ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ അധ്യാപകനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. വാർദ്ധക്യത്തിലും സാഹിത്യ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു MK സാനു. അസാധാരണമായ ഉൾക്കാഴ്ചയോടെ കൂടി ജീവചരിത്ര രചനയിൽ അദ്ദേഹം പ്രാഗൽഭ്യം പുലർത്തിയ എഴുത്തുകാരനായിരുന്നു പ്രൊഫസർ സാനു. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളെ മലയാളികളിൽ ആഴത്തിലിറങ്ങുന്ന വിധത്തിൽ മികച്ച രചനകൾ നടത്താൻ MK സാനുവിന് സാധിച്ചിട്ടുണ്ട്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളിയെക്കുറിച്ചുള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭോജകം എന്ന
സാനു മാഷ് എഴുതിയ ജീവചരിത്രം പുസ്തകം മലയാളത്തിലെ എണ്ണം പറഞ്ഞ ജീവചരിത്ര പുസ്തകങ്ങളിൽ ഒന്നാണ്. PK ബാലകൃഷ്ണൻ, വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങി 40-ലധികം പേരുടെ ജീവചരിത്രം MK സാനു രചിച്ചിട്ടുണ്ട്. പ്രായത്തിൻ്റെ അവശതകൾ അദ്ദേഹം തൻ്റെ എഴുത്തിലും സാമൂഹിക പ്രവർത്തനങ്ങളിലെ നാൾവഴികളിലും ഒരിക്കലും കാണിച്ചിരുന്നില്ല. രാവിലെ 8 മണിയോടെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നു. ശേഷം 9 മണിയോടെ 10 മണിയോടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിച്ചിരുന്നു. ശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കാനായി രവിപുരം ശ്മശാനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേർ അദ്ദേഹത്തിന് അവസാനമായി കാണാൻ, പലർക്കും ഗുരുതുല്യനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവസാനമായി കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ടൗൺ ഹാളിലെത്തിയിരുന്നു. അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം രവിപുരം ശ്മശാനത്തിൽ സംസ്കരിക്കും. എഴുത്തുകാരനും ചിന്തകനും സാഹിത്യ വിമർശകനും അധ്യാപകനുമായ പ്രൊഫസർ MK സാനുവിന് അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കാനായി നിരവധി ആളുകളാണ് എത്തിയിരിക്കുന്നത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. മലയാള ഭാഷയിലെ മികച്ച ജീവചരിത്ര കൃതികളിലെല്ലാം പ്രൊഫസർ MK സാനുവിൻ്റെ നിരീക്ഷണത്തിൽ നിന്നും സംഭാവന ചെയ്യപ്പെട്ടതാണ്. മലയാള സാഹിത്യ നിരൂപണ മേഖലകൾ മാത്രമല്ല, ഒരു കാലഘട്ടം എന്നാകെ ഗുരുനാഥനായി ഏറ്റെടുത്ത പ്രതിഭാസം തന്നെയായിരുന്നു അദ്ദേഹം. എല്ലാവരും